അല്ലെങ്കിൽ ഈ പ്രേമത്തിന്റെ കാര്യമാണ് ഈ പരീക്കുട്ടിക്ക് ചൊറിച്ചില്ല. ലാസ്റ്റ് എടുത്തപ്പോ ഞാൻ വേറെ ചാനലിലായിരുന്നു. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞ എന്തിനാ? ഇപ്പൊ സ്വന്തമായിട്ട് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തു. എന്ത് പറ്റി? അതിനു മുന്നേ ഗുരുവായൂരപ്പ ഭഗവാനെ, ഇത്രയും ഭാഗ്യം എനിക്ക് ഉണ്ടായത് നിന്റെ കാരുണ്യം കൊണ്ടാണ്. താങ്ക് യു, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ ചന്തുചേട്ടാ, ഐ എം സോ പ്രൗഡ് ഓഫ് യു. ആത്മപ്രശംസ എനിക്ക് ഇഷ്ടമല്ല. എന്റെ സീനിയറാണ് ചന്തുചേട്ടൻ കോളേജില്. ഇപ്പൊ വലിയ ആള്. ഞാൻ ചന്തുചേട്ടനെ കാണുമ്പോ മൈൻഡ് ഒന്നും ചെയ്യില്ലായിരിക്കും, ഇത്തിരി ജാടയൊക്കെ ഇട്ടിരിക്കായിരിക്കും. പണ്ട് കോളേജിൽ ഇങ്ങനെ വരാന്തയിൽ ഇങ്ങനെയൊക്കെ രണ്ടു മൂന്ന് ചേച്ചിമാരൊക്കെ ആയിട്ട് ഇങ്ങനെ. അല്ല, ഇങ്ങോട്ടാ ഈ മണം വിട്ട പോലെ. എനിക്ക് വീട്ടിൽ ചെന്നിട്ടേ നല്ല പണിയുണ്ട് മണിക്കുട്ടാ. അങ്ങനെയല്ല, എന്നാലും എന്റെ പൊട്ട, നീ ഇതെങ്ങനെ? ഞാൻ ട്രൈ ചെയ്തിടാ, ട്രൈ. എന്റെ ട്രൈ കണ്ട അവള് വീണു. എന്തിനാണ് നമ്മൾ ആവശ്യമില്ലാത്ത ഞാൻ കാണുമ്പോ രണ്ടും അത് നിങ്ങളൊരു ഗ്യാങ് ആയിരുന്നില്ലേ? നിങ്ങളെ ഗ്യാങ്ങിന്റെ പേരെന്താണ്? വരാന്തയിൽ കൈയൊക്കെ വെച്ച് ഇതേ ഫേസിലൊക്കെ ആയിരുന്നു. ഇങ്ങനെ കുറച്ചിങ്ങനെ ആറ്റിറ്റ്യൂഡിലൊക്കെ ഇതുവരെ നമ്മൾ സംസാരിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കേരളത്തിലെ പിള്ളേരെ സ്വഭാവമൊക്കെ മാറിപ്പോയി ഒരുപാട്. നീ പറഞ്ഞ സത്യം. കാണുമ്പോ ചിരിച്ചിട്ടൊക്കെയാണ് ചന്തുചേട്ടൻ. സ്വാഭാവികം. ഓക്കെ, അപ്പൊ ഐ എം സോ പ്രൗഡ് ഓഫ് യു. ഇപ്പൊ ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ട് വരുന്നുണ്ട്. കാലത്ത് 6 മണിക്ക് കാണാം. ആരാം കരോ, ആരാം കരോ. ഞാൻ പോകുന്നു. ബൈ ബൈ.